ഞാനേ ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ഏതോ ഒരു അംഗനവാടിൻ്റെ ഏതോ ഒരു നാട്ടിലെ അംഗനവാടിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നാട്ടിലത്തെ ഏതൊരു ഗ്രൂപ്പിലോ ഒരു അംഗനവാടി ടീച്ചർ ഇട്ടൊരു ഓഡിയോ ആണ്. ഒന്ന് കേട്ടോ കേട്ടോ. ഹലോ, ഞാൻ ഇപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടാ. നമ്മുടെ അംഗൻവാടിന്റെ ഏരിയയില് ഗർഭിണികൾ വളരെ കുറവാണ്. 2 ഗർഭിണികളെ ഉള്ളൂ. അത് ഒന്ന് ഈ വാർഡിലും ഒന്ന് 5ാം വാർഡിലുമാണ്. അപ്പോൾ എല്ലാ അംഗൻവാടിയിലും ഒരുപാട് ഗർഭിണികളുണ്ട്. നമ്മുടെ ഏരിയയിൽ ഗർഭിണികളില്ല. അപ്പോൾ അത് ടീച്ചർക്ക് ഒരു മോശത്തരാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർക്ക് ഒരു മോശത്തരാണ്. അപ്പോൾ ആ വാർഡിലുള്ളവരും 5ാം വാർഡിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആർക്കാണ് മുൻഗണന എന്നുള്ളത് കൂടി ടീച്ചർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വന്നവരും ഇവിടെ ഉള്ളവരും എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രയത്നിച്ചുകൂടിട്ടാ. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇവിടെ ഉള്ളവരും ഭാര്യമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്. പിന്നെ അമൃതപ്പൊടിയും ഇതൊക്കെ എക്സ്ട്രാ കിട്ടും. നമ്മളെ വാർഡിലിപ്പോൾ കുറവാണ്, കുട്ടികളുടെ എണ്ണസംഖ്യ കുറവാണ്. അപ്പോൾ പരമാവധി പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ അമൃതപ്പൊടിയും കൂടുതൽ സാധനങ്ങൾ ഇട്ട് ടീച്ചറുടെ വിഷമം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, നന്നായിട്ട് പ്രയത്നിക്കണം. ഇനി അതിൽ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ അതിന് പുറത്തൊരു മറുപടി ഉണ്ട്, അത് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ കാര്യമായിട്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ ചൂടാക്കുക. ടീച്ചർ പറഞ്ഞ വഴി തന്നെ കാര്യങ്ങൾ ചെയ്യാം, മറക്കല്ലേ. ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ അപ്പൊ കാര്യങ്ങൾ ചെയ്യാം, മറക്കല്ലിട്ടാരും. എല്ലാവർക്കും കൂടി ഉള്ളൊരു ഇതാണ്. ഇനിയിപ്പോ ആരും അതിന് ഒരു ഇത് കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറെ വാക്കും കൂടി എന്ത് ചെയ്യുക, മുറുകെ പിടിച്ചുകൊണ്ട് ജനസംഖ്യ കൂട്ടുക, അംഗനവാടിയിൽ കുട്ടികളാക്കുക, ഗർഭിണികളാക്കുക.